ലോകത്തിൽ ജ്യോതിസുകൾ പോലെ പ്രകാശിക്കുന്നു. പ്രകാശിക്കാൻ, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ, ഈ തലമുറയിൽ കഴിയണമെങ്കിൽ ഒന്നേ മാർഗമുള്ളൂ: കർത്താവ് നിങ്ങളുടെ ഉണ്ടായിരിക്കും. കർത്താവില്ലെങ്കിൽ പ്രകാശിക്കാൻ കഴിയില്ല. ആ കത്തുന്ന പോലൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മുടെ കൂടെ വേണമെന്നതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ യുവത്തിനോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിന് മുൻനിർത്തി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി വയോജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞത് കർത്താവുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എന്താ പറയുന്നത്? വയസ്സോട് എന്താ പറയുന്നത്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറഞ്ഞത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതാണ് പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം. സങ്കീർത്തനക്കാരൻ 71 സങ്കീർത്തനത്തിലെ 20 മുതൽ 22 വരെ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നിങ്ങളെ കാണുവാനാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ